ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇതിപ്പം രണ്ടാമത്തെ ഒരു സ്പ്രിംഗ് അപ്ഡേറ്റ് എപ്പിസോഡുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരികയാണ്. ഇതേ കണ്ടോ, നമ്മൾ ഒഫീഷ്യലി ഫുൾ സ്പ്രിംഗ് മോഡിലാണ്. ഇവിടെ എല്ലായിടത്തും ഫുള്ള് ഗ്രീനറി ആയി. ഏകദേശം നമ്മുടെ സകല മരങ്ങളായാലും നിറച്ച ഇലയായി. ഇവിടെ കോഴിക്കോട് പുറകിലുണ്ട്, അവരും അവിടെ ഇരിപ്പുണ്ട്. ഞങ്ങളിപ്പം ഓൾറെഡി ഗാർഡനിങ് തുടങ്ങി. അതിൻ്റെ കുറച്ച് ഷോർട്സൊക്കെ ഇട്ടിരുന്നു, അപ്പോൾ അതൊക്കെ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ നമ്മുടെ പുറകിലെ ഗാർഡൻ ബെഡ് സെറ്റ് ചെയ്തു. കംപ്ലീറ്റ് ആയിട്ടില്ല, പക്ഷേ എന്തായാലും കാണിച്ചു തരാം. അപ്പോൾ കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് ഞങ്ങൾ ഈ ഗാർഡൻ്റെ പുറകെ ആയിരുന്നു. നമ്മളൊരു സ്കിഡ് സ്റ്റീറൊക്കെ വാങ്ങി ചെറിയ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ഇട്ടിരുന്നു. ഇപ്പോൾ കണ്ടോ, നമ്മൾ ഫുൾ ഗാർഡൻ ബോക്സുകൾ സെറ്റ് ചെയ്തു. ഈ കല്ലുകളൊക്കെ ഇനി ഇന്ന് ഈ പെരിമീറ്റർ വഴി ഇടണം. തൽക്കാലത്തേക്ക് വെറുതെ ഒരു സ്റ്റൈലിന് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടിരിക്കുന്നതാണ്. അപ്പം ഇതെല്ലാം ഓൾറെഡി സ്റ്റാർട്ട്സ് മൊത്തം മുളപ്പിച്ച് തക്കാളിയും പെപ്പറും അങ്ങനെ പലതരം ഐറ്റംസ്, ആർട്ടിച്ചോക്കോ അങ്ങനെ പല ഐറ്റംസും ഉണ്ട് ഇതിനിടയ്ക്ക് അവിടെ. അപ്പോൾ ഇതെല്ലാം നേരത്തെ ഇൻഡോർ മുളപ്പിച്ച് ഒരു 2-3 ആഴ്ചയായിട്ട് എല്ലാവരും മുളച്ച് റെഡിയായിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഈ ഗാർഡൻ ബോക്സ് സെറ്റായതോടെ നമ്മൾ കോമ്പോസ്റ്റും എടുത്ത് ഇതിൻ്റെ അകത്ത് എല്ലാം നട്ടു. പുള്ളിക്കാലത്ത് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഫുൾ പ്ലാന്റിങ് മോഡിലായിരുന്നു. പിന്നെ നമ്മൾ അവസാനത്തെ ഒരു ഗാർഡൻ ബെഡ് ഉണ്ട്, അതും കൂടെ ഇച്ചിരി കൂടെ കോമ്പോസ്റ്റ് വേണം. അപ്പം ആ കോമ്പോസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതും കൂടെ കംപ്ലീറ്റ് ചെയ്യും. പിന്നെ അതിൻ്റെ സൈഡിൽ അവിടെ ഒരു സ്പ്രിംഗ്ലർ ഹെഡ് ഉണ്ട്, അപ്പോൾ അതെനിക്ക് ഒരു ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റമായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ കുറച്ച് പണിയിലാണ്. പിന്നെ പഴയ കുറച്ച് ഗാർഡൻ ബെഡുകൾ അവിടെ ഉണ്ട്. അതിൽ ഒരെണ്ണത്തിൽ നമ്മൾ സൺഷോക്കാണ് നടുന്നത്. അത് ജെറുസലേം ആർട്ടിച്ചോക്ക്, ഒരു പൊട്ടേറ്റോ പോലെ അല്ലെങ്കിൽ കപ്പയൊക്കെ പോലെ ഒരു കിഴങ്ങ. ഈ സമ്മറൊക്കെ ആകുമ്പം പുറത്തേക്ക് ഇവിടെ നമ്മുടെ പാരികൾ പുറത്തേക്ക് ഇരിക്കുകയാണെങ്കിൽ ഇച്ചിരി ഒരു ഷെയ്ഡും കവറൊക്കെ കിട്ടാൻ നല്ലൊരു ചെടിയാണ്. ഇത് ഒരുതരം ജൂനിപ്പർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ മരം. പക്ഷെ നല്ല രസമാണ്. ഇങ്ങനെ ചെറിയ ക്രിസ്മസ് ട്രീയുടെ ഇല പോലെയാണ്, കണ്ടോ, എല്ലാം ചെറിയ ചെറിയ ഇലകളാണ് മൊത്തം. പിന്നെ നമുക്ക് ഇവിടെ ഈ നിലത്ത് ഇവിടെ കാണുന്ന ഇത് മൊത്തം റാസ്ബെറി പൊങ്ങി വരുന്നതാണ്. നമ്മൾ ഇവിടെ കണ്ടെയ്ൻ ചെയ്യാനാണ് പരിപാടി. അവിടെ നമുക്ക് ബ്ലാക്ക്ബെറി ഉണ്ട്, ഫുള്ള് പൂവിട്ട് നിൽക്കുക. അപ്പം ഇവിടെ കണ്ടോ, ഇനിയും വർക്ക് തീരാനുണ്ട്. നമുക്ക് പഴയ ഗാർഡൻ ബോക്സിൻ്റെ തടി അതെന്തെങ്കിലും റീയൂസ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ കത്തിക്കാനൊക്കെ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിരിക്കുന്നതാണ്. എന്നിട്ട് നമ്മൾ ഈ ചാരം എടുത്തിട്ട് കോഴിക്കൂടിൻ്റെ അകത്തും പിന്നെ അതുപോലെ ഗാർഡൻ ബോക്സിൻ്റെ അകത്തൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. കണ്ടോ, ഇതാണ് നമ്മുടെ ബ്ലാക്ക്ബെറി. ഇതിൻ്റെ ഇന്ന് ഇച്ചിരി മൂടിക്കിടക്കുന്ന ദിവസമായതുകൊണ്ട് ഫ്ലവേഴ്സ് അത്ര അങ്ങോട്ട് നന്നായിട്ട് വിടർന്നിട്ടില്ല. പിന്നെ എല്ലാത്തിൻ്റെയും സ്റ്റേജ് കഴിഞ്ഞു. എനിക്കൊന്ന് ഓൾറെഡി ഫ്രൂട്ടിൻ്റെ ഫോർമേഷൻ തുടങ്ങിയെന്ന് തോന്നുന്നു, ബെറിയുടെ ഫോർമേഷൻ തുടങ്ങിയാണ്. പിന്നെ ഇവിടെ നമുക്ക് ചെമ്പരത്തി ഉണ്ട്. ചെമ്പരത്തി കാര്യം ഒരു ട്രോപ്പിക്കൽ പ്ലാന്റ് ആണെങ്കിൽ ഇവിടെ ആക്ച്വലി ഈ സാധനം ഓവർ വിൻ്റർ ചെയ്ത് പിടിക്കും കേട്ടോ. ഇത് ഉണങ്ങി നിൽക്കുന്നേ ഉള്ളൂ, പക്ഷേ തിരിച്ച് നന്നായിട്ട് വരും. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന ട്രോപ്പിക്കലാണ്, പക്ഷേ ഇത് ഒരു പെറനിയൽ എന്ന് പറയുന്ന ഒരു, അതായത് വിൻ്ററിൽ പോയിട്ട് തിരിച്ച് വരുന്നൊരു വെറൈറ്റിയാണ്. നമുക്ക് പിന്നെ മുരിങ്ങയുണ്ട്. ഇത് നമ്മൾ ഇൻഡോർ വെക്കുന്നതാണ്. അപ്പം വിൻ്റർ ആയി കഴിയുമ്പോൾ എടുത്ത് ഗരാജ് വെക്കും. അതുപോലെ നമുക്ക് കറിവേപ്പ്, കുറച്ച് 3-4 ചുവട് കറിവേപ്പുണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ അത്യാവശ്യം നമുക്ക് വേണ്ട ഇലയെല്ലാം പറിക്കാൻ പറ്റും. പിന്നെ ചുമലച്ചീര കണ്ടോ, അത് ഇഷ്ടം പോലെ ഇവിടെ ഉണ്ടാവും. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കുറച്ച് എക്സ്പെരിമെൻ്റൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ പിന്നീട് ഇടുന്നതായിരിക്കും. ഇവിടെ നമ്മുടെ കുട്ടി വാഴ ഇതിനു മുന്നേ കാണിച്ചായിരുന്നു, പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ഫ്രോസ്റ്റ് വന്നു. അതോടെ വാഴ വീണ്ടും പോയി. ഇത് തിരിച്ചെത്തിയിട്ടുണ്ട് വീണ്ടും. ഇതിൻ്റെ അകത്ത് മൊത്തം കാടായി. ഇനി കാടൊക്കെ പറിച്ച് മാറ്റി ഇവനെ ഒരു ഇച്ചിരി കൂടെ വലിയൊരു തടവെടുത്ത് അതിൻ്റെ അകത്തോട്ട് വെക്കണം. പിന്നെ നമുക്ക് ഇഷ്ടംപോലെ സിനി, ഇവിടെ പണ്ട് കഴിഞ്ഞ കൊല്ലം സിനിയ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇഷ്ടം പോലെ എല്ലായിടത്തും മുളച്ച് വരുന്നുണ്ട്. അതിൻ്റെ അരി ഇവിടെ കുറേ വീണ് കിടപ്പുണ്ടെന്ന് തോന്നുന്നു. എന്നിട്ട് അവിടെയൊക്കെ വലിയ ചൂട് വരുന്നുണ്ട്. ഇവിടെ മൊത്തം ഇത് നമ്മുടെ കോഴിക്കോടിൻ്റെ സൈഡാണ്. അപ്പോൾ ഈ സൈഡിൽ മൊത്തം സൺഫ്ലവറുകൾ ഇട്ടിട്ടുണ്ട്. അപ്പം നല്ല രസമായിരിക്കും. ഇവിടെ മൊത്തം ഇങ്ങനെ പൊങ്ങി വന്ന് കഴിയുമ്പം ഇവർക്ക് ഇച്ചിരി വെയിലത്തുനിന്നൊരു തണലുമാവും. പിന്നെ കാണാനും നല്ല ഷേഡായിരിക്കും. പിന്നെ ഇതിൻ്റെ മുന്നത്തെ ഒരു എപ്പിസോഡിൽ ഞാൻ കാണിച്ചിരുന്നു ഇവിടെ മിൻറ്റുള്ള കാര്യം. ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് നമുക്ക് ക്ലിയർ ചെയ്യാൻ ടൈം തന്നില്ല മിൻറ്റ്. അതിനു മുമ്പേ മിൻറ്റ് ഫുള്ള് കണ്ടോ എന്ത് താഴ്ച വളരുന്നതെന്ന്. ഇല കണ്ടോ, നല്ല വലുപ്പമുള്ള ഇലയാണ്. ഇവിടെ മൊത്തം മിൻറ്റായി. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ബേസിക്കലി ഇതൊരു സ്റ്റാർട്ട്സൊക്കെ വെക്കുന്ന ഒരു ഏരിയ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ മൾച്ച് ഡൗൺ ചെയ്തേക്കുക, ഇവിടെ പുല്ല് വെട്ടാതെയും പുല്ല് കയറാതെ ഇരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്നാലും ഈ പുല്ല് കളയാൻ ഒരു മാർഗ്ഗമല്ല. ഈ ഇതിലെക്കൂടെയെങ്കിലും ഇതിൻ്റെ വേരെ നിന്ന് മുളച്ച് വരും. ഇനി ഇതെല്ലാം മാറ്റി നടാനും അല്ലെങ്കിൽ ഇച്ചിരി കൂടെ അപ്പോർട്ട് ചെയ്യാൻ, അതായത് വലിയൊരു ചട്ടിയിലേക്കൊക്കെ മാറ്റാൻ വേണ്ടി നിൽക്കുന്ന സാധനങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നതൊക്കെ. അവിടെ ഒരു ഫിഗ് കണ്ടോ, ഫിഗ് ഉണ്ട്. പിന്നെ പാഷൻ ഫ്രൂട്ട് ഉണ്ട് പുറകിൽ. പിന്നെ തക്കാളിയും കുറേ പെപ്പേഴ്സും നമുക്ക് കെയിലും ആർട്ടിച്ചോക്കോ അങ്ങനെ എന്തൊക്കെയോ പലതരം ഐറ്റംസ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇത് രണ്ടും എൻ്റെ ബേബികളാണ്. ഗ്രേപ്പാണ്. കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ ആദ്യത്തെ കൊല്ലം മേടിച്ച് വെച്ചതാണ്. കാര്യമായിട്ട് അവനെ
കെയർ ചെയ്യാഞ്ഞതുകൊണ്ട് അവൻ്റെ വലിയ കാര്യമായിട്ട് വളർന്നില്ല. ചട്ടി തന്നെയാണ്. ഇനിയിപ്പം ഒന്ന് മാറ്റണം. 2 ഡിഫറെൻറ്റ് ടൈപ്പ് ഗ്രേപ്പാണ്. നമ്മൾ പൊറ്റേറ്റോ ഇട്ടിട്ടുണ്ട്. ഞാൻ കടയിൽ നിന്ന് മേടിച്ച് ഉരുളക്കിഴങ്ങ് അത് മുളയ്ക്കാൻ തുടങ്ങിയപ്പം എടുത്ത് നട്ടതാണ്. അപ്പം 2-3 ചുവടുണ്ട്. പിന്നെ ഇവിടെ ഈ കോഴിയും ഈ അണ്ണാൻ്റെ ശല്യം കാരണം ഞങ്ങളിത് മൂടിയിട്ടേക്കുക. പക്ഷേ അതൊന്ന് ഇനിയിപ്പം ഫുള്ളൊന്ന് കെട്ടണം. കോഴികളെ നമ്മൾ കുറച്ച് ദിവസമായിട്ട് അഴിച്ചു വിടുന്നില്ല, കാരണം അവർ ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാം നശിപ്പിച്ച് തരും. പിന്നെ നമ്മുടെ നാടൻ ചീര ഉണ്ടാകുമെന്ന് അറിയണമെങ്കിൽ ഇന്ന് നോക്ക്. ഈ ബോക്സിൻ്റെ അകത്തുള്ള മണ്ണ് ഞങ്ങൾ റീയൂസ് ചെയ്ത മണ്ണാണ്. അപ്പോൾ പണ്ട് നമുക്ക് അവിടെ ഗാർഡൻ ബോക്സ് ഉണ്ടായിരുന്നതിൻ്റെ അകത്തു നിന്നുള്ള മണ്ണെടുത്ത് ഇവിടെ ഇട്ടതാണ്. പക്ഷേ നമുക്ക് അവിടെ കുറച്ച് ചൂട് ചീര ഉണ്ടായിരുന്നു. അതിൻ്റെ അരി മൊത്തം അവിടെ വീണിട്ട് കണ്ടോ. ഇവിടെ മൊത്തം ഇപ്പോൾ ചീരയാണ്. ഞങ്ങളിങ്ങനെ വിട്ടേക്കുക, കാരണം നമ്മൾ ഈ കൊല്ലം ഇത് വളർന്നു കഴിയുമ്പം ഇതിൻ്റെ ചുറ്റും നിൽക്കുന്നത് ഡാലിയയുടെ ചുവടുകളാണ്. എല്ലാം നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഡാലിയയുടെ അടിയിൽ നമ്മൾ ചുമലച്ചീര നിർത്താനാണ് പരിപാടി. പിന്നെ അവിടെ എന്തൊക്കെയോ പല ഐറ്റംസും ഇട്ടിട്ടുണ്ട്. എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഒന്ന് പാവയ്ക്കയോ അങ്ങനത്തെ എന്തൊക്കെയോ ഐറ്റംസാണ് ഇട്ടിരിക്കുന്നത്. ഇത് മൊത്തം നമ്മൾ കോഴിക്കോടിൻ്റെ മേലോട്ട് കയറ്റി വിടാനാണ്. അപ്പോൾ ഇവിടെ ഇവർക്ക് നല്ല തണലും കിട്ടും. പിന്നെ ഒരു അത്യാവശ്യം നല്ല മറയോ അവർക്ക്. പിന്നെ ഇവിടെ തണുപ്പിന് പറ്റിയ ഐറ്റംസാണ്. നമ്മുടെ ഇവിടെ ചൂടായി വരുന്നതേ ഉള്ളൂ മെല്ലെ. അപ്പം സ്നോ പീസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഹോപ്പ്ഫുള്ളി നമുക്ക് എന്തെങ്കിലും പറിക്കാൻ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഞാൻ പിന്നെ കുറച്ച് വെണ്ടയുടെ അരി ടെസ്റ്റ് ചെയ്ത് നോക്കുമായിരുന്നു, ഇത് മുളയ്ക്കോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം മുളച്ചിട്ടുണ്ട് കുഴപ്പമില്ലാണ്ട്. ഇത് കടയിൽ നിന്ന് മേടിച്ചൊരു ലെറ്റസിൻ്റെ ചോടാണ്. അത് മുളച്ച് വന്നായിരുന്നു, അറിയില്ല എങ്ങനെയാണെന്ന്. പിന്നെ ഈ സൈഡിലും സ്നോ പീസും പിന്നെ കുറേ വെജിറ്റബിൾസുമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. എൻ്റെ റാഡിഷൊക്കെ ഉണ്ടായി വരാൻ തുടങ്ങി അടിയിൽ. പിന്നെ ലെറ്റസും അങ്ങനത്തെ ഏതാണ്ടൊക്കെ പലതരം ഐറ്റംസാണുള്ളത്. എനിക്കൊന്ന് ബീട്രൂട്ടിനുണ്ട്, പിന്നെ ലെറ്റസും അങ്ങനെ എന്തൊക്കെയോ കുറച്ച് ഐറ്റംസ്. പിന്നെ പുറകിൽ പയറും ഉണ്ട്. അപ്പോൾ നമ്മൾ ആ സൈഡിൽ നിന്ന് പയർ അങ്ങനെ കയറ്റി വിടാനാണ് കോഴിക്കോടിൻ്റെ മേലോട്ട്. പിന്നെ കോഴികൾ അവിടുന്ന് മണ്ണും വളമെല്ലാം അവരങ്ങോട്ട് കൂട്ടി മിക്സ് ചെയ്ത് അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് ചകഞ്ഞ് ഇങ്ങോട്ടേക്ക് ഇടും. കണ്ടോ അവിടെ കണ്ടോ. അപ്പം നല്ല വളമുള്ള മണ്ണ് ഈ സൈഡിലുള്ള എല്ലാത്തിനും നന്നായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് വളമിടാനൊന്നും പോകണ്ട, കോഴികൾ ആ കാര്യം നോക്കിക്കോളും. പിന്നെ ഇതെൻ്റെ ഒരു ഫേവററ്റ് മരമാണ് ആപ്പിൾ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് ഇതുവരെയായിട്ട് ഒരു ആപ്പിൾ കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഇത് ബ്ലൂം ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നല്ല മുല്ലപ്പൂവിൻ്റെ മണമാണ്. എന്ത് രസമാണെന്നറിയാമോ. ഇതിപ്പം ബ്ലൂമിങ് സ്റ്റേജ് ഏകദേശം കഴിഞ്ഞു. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ബ്ലൂമുകൾ മിച്ചമുണ്ട്. ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന കാറ്റുണ്ട്, അതുകൊണ്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഇത് നമ്മുടെ ഒരു ആപ്പിൾ ട്രീ ഒരു പ്രൂണിങ് അത്യാവശ്യമാണെന്ന് തോന്നുന്നു. കാരണം ഇവനൊക്കെ അത്ര അങ്ങോട്ട് നന്നായിട്ട് ഈൽഡ് ചെയ്യുന്നുമില്ല. ഉള്ളത് മൊത്തം അണ്ണാനും കൊണ്ടുപോകുക. ഇനി നമ്മുടെ ബാക്ക് യാർഡിൻ്റെ പുറകിലേക്കുള്ള വശത്ത് നമുക്കിവിടെ ഒരു പീച്ച് ട്രീ ഉണ്ട്. പക്ഷേ ഇത് ഈ പറഞ്ഞ പോലെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് പ്രൂൺ ചെയ്യണം. കാരണം എനിക്കൊന്നും ഇത് ഓവർ അങ്ങ് ഗ്രോണായി പോയത് കാരണം എന്തൊക്കെയോ ഫംഗൽ ഇഷ്യൂസ് എന്തൊക്കെയോ ഉണ്ട്. നന്നായിട്ട് പൂ കിട്ടും, പക്ഷെ എന്നാലും ഈ കൊല്ലവും ഒന്നും കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ല. പോരാത്തതിന് ഫ്രോസ്റ്റും മഴയും കൂടെ വന്നുള്ള പൂവും കളഞ്ഞെന്ന് തോന്നുന്നു. പിന്നെ ഇങ്ങനെ പുറകിലേക്ക് വരുമ്പം ഞാനിവിടെ കുറച്ച് പണിയായിരുന്നു സ്കിഡ് സ്റ്റിയറും കൊണ്ട്. അപ്പം കഴിഞ്ഞ ദിവസമൊക്കെ മഴ ആയതുകൊണ്ട് കുറേ കുത്തി വലിച്ച് മണ്ണൊക്കെ പോയി. ഇനി ഇത് ഈ ഏരിയ ഒന്ന് ഫിക്സ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ പുറകെ കണ്ടു കഴിഞ്ഞാൽ നല്ല കാടായി, നല്ല തിക്ക് കാടായി. പക്ഷേ കാടാന്ന് വിചാരിക്കും, പക്ഷേ ഇതിൻ്റെ ഇടയിലൂടെ കാണുന്നത് ആക്ച്വലി കാടല്ല, ഇത് വൈൽഡ് ബ്ലാക്ക്ബെറിയാണ്. പിന്നെ ഇവിടെ നമുക്കൊരു സ്പെഷ്യൽ മരമുണ്ട്. ഏതാണെന്ന് ആർക്കെങ്കിലും ഗസ് അടിക്കാവോ? ഇത് നമ്മുടെ മൾബറി ട്രീ ആണ്. കണ്ടോ, ഇഷ്ടംപോലെ കുഞ്ഞു കുഞ്ഞു മൾബറീസ് കേട്ടോ, വളരെ ചെറുതാണ്. കാണാവോ? കണ്ടോ അവിടെ കണ്ടോ. അതാ ഇവിടെ ഒരെണ്ണം കാണാമോന്നറിയില്ല, ഒരെണ്ണം മെച്യൂറായി വരുന്നുണ്ട്. ഞാൻ ഒരെണ്ണം പറിച്ചു, പക്ഷേ ഇത് വളരെ ചെറിയ വെറൈറ്റി. എനിക്കൊന്നൊന്ന് നന്നായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് വിട്ടാലേ ചിലപ്പോൾ ശരിയാവുള്ളൂ. ഇതാണ്, ഇത് ഏകദേശം പഴുത്ത് നല്ല പരുവായി. അപ്പം ബഗ്ഗുണ്ട് എന്തോ, പക്ഷെ കുഴപ്പമില്ല. അപ്പോൾ ഇതുണ്ടോ, ഞാൻ ഇതൊന്ന് കഴിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ചെറിയ മധുരമുണ്ട്, പക്ഷെ വേറെയും കുറേ മൾബറി ട്രീകളുണ്ട്. ബുഷും ട്രീ ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയിലൂടെ നിറച്ചും കാട്. പക്ഷേ ഈ കാടിൻ്റെ ഇടയ്ക്ക് ഞാൻ കാണിച്ചാൽ ഈ കാടിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇത് നമ്മുടെ വൈൽഡ് ബ്ലാക്ക്ബെറിയാണ്. നമുക്ക് ഇഷ്ടം പോലെ ഇവിടെ കാണുന്ന മൊത്തം അതെ, ഏകദേശം നല്ലൊരു ശതമാനം മൊത്തം നിലത്തോടെ പോകുന്ന മൊത്തം വൈൽഡ് ബ്ലാക്ക്ബെറിയാണ്. അതുകൊണ്ട് ഇങ്ങനെ കാട് പിടിച്ച് നമ്മളിങ്ങനെ നിർത്തിയേക്കുന്നത് തന്നെ. ഒരു മാസം 2 മാസം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇടയ്ക്കോടെ, ഈ കാടിൻ്റെ ഇടയ്ക്കോടെ വലിയ ബൂട്ട്സൊക്കെ ആയിട്ട് വന്നിട്ട് എനിക്ക് പറിക്കാനുണ്ട്. ഇഷ്ടം പോലെ ബ്ലാക്ക്ബെറി പറിക്കാനുള്ളതാണ്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് നമ്മളങ്ങനെ നിർത്തിയേക്കുന്നതാണ്. പിന്നെ ഇത് നമ്മുടെ വേറെ ഒരു മൾബറി ട്രീ ആണ്. ഭയങ്കര പൊങ്ങിപ്പോയി. ഇവനെ ഇനിയിപ്പം വെട്ടിയൊന്ന് പ്രൂൺ ചെയ്ത് ഒരുക്കിയാലേ ഇനിയിപ്പം
എന്തെങ്കിലും ഇതിൽ നിന്ന് കിട്ടുള്ളൂ. കാരണം ഇപ്പോൾ ഒക്കെ പൂവിടുന്നുണ്ട്, പക്ഷേ കായൊന്നും നമുക്ക് ബെറി ആയിട്ടൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് നമ്മുടെ കോമ്പോസ്റ്റ് പയലാണ്. ഇനിയിപ്പം ഈ കൊല്ലം നമുക്ക് നന്നായിട്ട് കോമ്പോസ്റ്റ് ഉണ്ടാക്കണം. കഴിഞ്ഞ കൊല്ലം കൊച്ചൊക്കെ ഉണ്ടാകുന്നതിൻ്റെ തിരക്കും പരിപാടിയൊക്കെ ആയതുകൊണ്ട് നമ്മൾ കോമ്പോസ്റ്റിങ്ങിൽ വലിയ ഫോക്കസ് ചെയ്തില്ല. അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് കോമ്പോസ്റ്റ് ആക്ച്വലി പോയി എടുത്തത് തന്നെ. ഇവിടെയും നമുക്ക് ഒരുപാട് വൈൽഡ് ബ്ലാക്ക്ബെറി ഉണ്ടാകുന്ന സ്ഥലമാണ്. ഇത് ഫുള്ള് നമ്മൾ ഫോറസ്റ്റ് പോലെ നിർത്തിയേക്കുക, കാട് പിടിച്ചങ്ങ് നിർത്തിയേക്കുവാണ്. ഇതൊരു ചെറിയ ഏരിയ ഉള്ളൂ, ഒരുപാടില്ല. പക്ഷെ എന്നാലും ഫുള്ള് കാട് പിടിച്ച് നല്ല രസമാണ്. ആൾക്കാർ ഇവിടെ സമ്മർ വരുമ്പോൾ പറയും ഒരു നാട്ടിൽ വന്നൊരു ഫീലിംഗ് ആണെന്ന്. കാരണം ഇതുപോലെ പച്ചപ്പും ഇതുപോലെ ചെടികളൊക്കെ കാണുമ്പം അങ്ങനെ നാട്ടിലൊക്കെ പുറത്തൊരു പറമ്പിൽ എവിടെയെങ്കിലുമൊക്കെ ഇച്ചിരി റിമോട്ടായിട്ടുള്ള സ്ഥലത്ത് ഇറങ്ങുന്ന ഒരു ഫീലിംഗാണ്. ഇവിടെയൊക്കെ നമുക്ക് ഒരുപാട് വൈൽഡ് ബ്ലാക്ക്ബെറിയാണ്. പിന്നെ നമുക്കിവിടെ വേറൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. ഇത് ഈ കൊല്ലം പൊങ്ങി വന്നോന്നറിയില്ല. സാധാരണ നമുക്കിവിടെ ഒരുപാട് കാനവാഴ ഉണ്ടാകുന്ന സ്ഥലമാണ്. ഈ കൊല്ലം ഒന്നും കാണുന്നില്ല, ഇപ്പോൾ കാട് പിടിച്ച് നിൽക്കുവാണ്. ഏതായാലും അത് ഉണ്ടാകുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. കാരണം ഇതുണ്ടോ, ഇതാണ് നമ്മുടെ വൈൽഡ് ബ്ലാക്ക്ബെറി. അതിൻ്റെ പൂവ് ഇട്ട് നിൽക്കുന്ന സമയമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിറച്ചും കാണാൻ പറ്റുന്നില്ല, നിറച്ചും മുള്ള മേത്ത് കുത്തി കയറും. അപ്പം നമ്മൾ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ കണ്ണിലും മൂക്കിലൊക്കെ കയറാൻ ചാൻസ് ഉണ്ട്, കയ്യിലൊക്കെ കയറും. അത്ര ഒരു സുഖമുള്ള ഒരു പരിപാടിയല്ല, നല്ല ഷാർപ്പ് മുള്ള. അപ്പം സൂക്ഷിച്ച് നടക്കണം. പിന്നെ ഇടയ്ക്ക് നമ്മളിതിനെ വെട്ടി മാറ്റാറുമുണ്ട്, അല്ലെങ്കിൽ ഇത് ഔട്ട് ഓഫ് കൺട്രോൾ ആകും. പിന്നെ നമ്മുടെ സൺഷോക്ക് എല്ലായിടത്തും ഉണ്ടാകുന്നുണ്ട്, അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഈ സൺഷോക്ക്, റാസ്ബെറി, ബ്ലാക്ക്ബെറി ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും വേറെ ഉണ്ടാകുന്നതുകൊണ്ട് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യും. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് എല്ലായിടത്തും തന്നെ ഇതായിരിക്കും. പിന്നെ നമുക്കിത് ബെറീസൊക്കെ ആയതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഐറ്റം ആയതുകൊണ്ട് നമ്മളിതിന് കുറേ വളരാൻ സമ്മതിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തേക്കുള്ള അപ്ഡേറ്റ്സ് ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പം ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഒരു 1-2 മാസത്തിനുള്ളിൽ ഉള്ള അപ്ഡേറ്റ്സ് വീണ്ടും ഇട്ടുകൊണ്ടിരിക്കാം. അപ്പം എല്ലാവർക്കും കാണാമല്ലോ ഇവിടെ എന്തൊക്കെ ഉണ്ടാവും. നമുക്കിവിടെ ചക്ക, മാങ്ങ, തേങ്ങയൊന്നും ഉണ്ടാകുന്നൊരു സ്ഥലമല്ല, പക്ഷെ എന്നാലും നമുക്കിവിടെ ഒരുപാട് തരം ബെറീസും പിന്നെ പലതരം ഫ്രൂട്ട്സും ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി ഒരുപാട് ഫ്രൂട്ട് ട്രീസ് അത്ര നന്നായിട്ട് പെർഫോം ചെയ്യുന്നില്ല. പിന്നെ പോരാത്തതിന് വെതറും സമ്മതിക്കുന്നില്ലാത്തതുകൊണ്ട് ഈ കൊല്ലം ഒരുപാട് ഫ്രൂട്ട്സ് ആയിട്ട് നമ്മളൊന്നും തന്നെ എക്സ്പെക്റ്റ് ചെയ്യുന്നേ ഇല്ല. ആപ്പിൾ കിട്ടിയെങ്കിൽ ഭാഗ്യം എന്നേ വിചാരിക്കുന്നുള്ളൂ. നമ്മുടെ പീച്ചിൽ നിന്ന് ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ഈ കൊല്ലം. പക്ഷേ ഈ കൊല്ലം നമുക്ക് ഒരുപാട് വൈൽഡ് ബ്ലാക്ക്ബെറി കിട്ടും, നമ്മുടെ തന്നെ ബ്ലാക്ക്ബെറിയും ഉണ്ടാവും, പിന്നെ റാസ്ബെറിയും കിട്ടും. അപ്പം നമ്മൾ ബെറീസാണ് ഈ കൊല്ലത്തെ മെയിൻ ഫോക്കസ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് വെജിറ്റബിൾസും ഉണ്ടാവും. അപ്പോൾ പിന്നെ ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കുറേ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.